നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ, നമ്മൾ ഓരോരുത്തർക്കും അവരവരുടെ ലെവൽ വെച്ചിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും ലോകത്ത്, അല്ലേ? വലിയ മുതലാളിമാർക്ക് വലിയ മില്യൺ കണക്കിന് കടത്തിന്റെ കഥയിലേക്ക് പറയണ്ട. എനിക്ക് 5000 കൊടുക്കാണ്ടെന്ന്, അല്ലെങ്കിൽ 5 ലക്ഷം കട ഉണ്ടെന്ന് പറയും. ഓരോരുത്തർക്കും അവനവന്റെ തോതനുസരിച്ച് ടെൻഷനും സന്തോഷമൊക്കെ അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിന് ഭാരമേകുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ നമ്മൾ അറിയണം, പുണ്യ റസൂൽ ചെയ്തിരുന്നത് ഇങ്ങനെയാണ്. ഫസിഅ ഇലസ്സലാഹ്, വേഗം പോയി വുളു എടുക്കും, വൃത്തിയുള്ള വസ്ത്രം ധരിക്കും, സുഗന്ധം പൂശിയിട്ട് ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹുവിന്റെ മുമ്പിൽ ഭവ്യതയോടുകൂടെ കഴിയുന്നത്ര സുന്നത്ത് നിസ്കാരങ്ങൾ 2 റക്അത്തുകളായി ഹബീബ് നിസ്കരിക്കുമായിരുന്നു. ആ നിസ്കാരം സലാം വീട്ടുന്നതോടുകൂടെ മനസ്സിനെ കീറി മുറിച്ചിരുന്ന ആ പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഹബീബിന് ലഘൂകരിക്കപ്പെടുന്നത് കാണാമായിരുന്നു. നമുക്കുമുള്ള മരുന്നാണിത്. നമ്മളെപ്പോഴും ട്രൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേഗം പോയി വല്ല സ്ലീപ്പിംഗ് പില്ലും കഴിക്കാണ്ടേ 2 റക്അത്ത് നിസ്കരിച്ചു നോക്കി, നല്ല മാറ്റം ഉണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര ടെൻഷൻ അനുഭവിക്കുന്ന മക്കളാണ്. പ്രത്യേകിച്ച് മെഡിസിനൊക്കെ പഠിക്കുന്ന മക്കളൊക്കെ ഭയങ്കര ടെൻഷനാണ്. അവരുടെ ഇന്റേണൽ മാർക്കുകൾ ഉണ്ടാവും. അപ്പോൾ ടീച്ചർമാർ ചിലരങ്ങ് പിടിച്ചു വെക്കും, ചിലർ കൊടുക്കൂല, ചില പകരം വീട്ടും. ഭയങ്കര ടെൻഷനായിരിക്കും. കുറേ പഠിക്കാനുണ്ടാവും, കുറേ പ്രഷറുണ്ടാവും വീട്ടിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്. അതൊക്കെ ലഘൂകരിക്കാൻ 2 റക്അത്ത് നിസ്കാരം കൊണ്ട് കഴിയും. അതുകൊണ്ടാണ് നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മുഅദ്ദിനായ ഹബീബാ നബിക്ക് വേണ്ടി വാങ്ക് വിളിച്ചിരുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട്, വാങ്ക് വിളിക്കൂ ബിലാലേ, ഇഖാമത്ത് വിളിക്കൂ ബിലാലേ എന്ന് പറയേണ്ട വാക്കുകൾക്ക് പകരം പുണ്യനബി പറയാറുണ്ടായിരുന്നത് അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലേ ആ ഇഖാമത്ത് കൊടുത്തുകൊണ്ട്, ആ നിസ്കാരം സ്ഥാപിച്ചുകൊണ്ട് മനസ്സിന് സന്തോഷം തരൂ ബിലാലേ, നിസ്കാരം കൊണ്ട് മനസ്സിന് സമാധാനം തരൂ ബിലാലേ. അങ്ങനെ പറഞ്ഞാൽ ഇഖാമത്ത് കൊടുക്കണം എന്നാ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അരിഹ്നാ ബിഹാ, അരിഹ്ന റാഹത്ത് എന്ന് പറയില്ലേ, അതിൽ നിന്നാണ് അരിഹ്, അരിഹ്നി, അരിഹ്നാ, അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലേ നിസ്കാരം കൊണ്ട് സന്തോഷം തരണേ. വാങ്ക് വിളിക്കും ബിലാലേ, ഇഖാമത്ത് കൊടുത്തോളൂ. നമ്മളാ നിസ്കരിക്കുന്നത് നമ്മുടെ ഒരു മനസ്സിന് നൽകുന്ന ട്രീറ്റ്മെന്റാണ്. അങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിസ്കാരം എൻ്റെ മനസ്സിന് ഞാൻ നൽകുന്നൊരു ട്രീറ്റ്മെന്റാണ്. അതൊരു ചികിത്സയാണ്, അതൊരു ചികിത്സയാണ്. സമാധാനം അവിടെ കിട്ടും.